യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലായാലും എവിടെയായാലും ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അതിന് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഏതൊരു വീഡിയോയുടെയും ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. വീഡിയോ ചെയ്ത ആളുടെ ഡീറ്റെയിൽസ് ആയാലും കോൺടാക്ട്സ് ആയാലും ഞാൻ വീഡിയോയുടെ പറ്റിയിട്ടായാലും ഇനി കൂടുതൽ എന്തെങ്കിലും ആ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും അതെല്ലാം ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. യൂട്യൂബിലാകുമ്പോൾ ഓരോ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ഓട്ടോമാറ്റിക്കലി അത് ആഡ് ആവും. ഫേസ്ബുക്ക് ആകുമ്പോൾ അത് നമുക്ക് കയ്യില്ല, നമ്മൾ ഓരോന്നായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം ഓരോ വീഡിയോയിലും. അപ്പോൾ അങ്ങനെ ഒരു ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ ആണ്, എന്നെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തെ പറ്റി പ്രൊഡക്റ്റിനെ പറ്റി എൻക്വയറി ചെയ്യാനാണെങ്കിൽ അതിന് ഇപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാണ്ട് ആവശ്യമുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്പർ കണ്ടില്ലേ, ആ പേജിൻ്റെ അബൌട്ടിലാണ് ആ നമ്പർ ഉണ്ടാവുക. പിന്നെ വാട്സപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അധിക വീഡിയോകളുടെയും താഴെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിലൂടെ വാട്സപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ അധിക പ്രാവശ്യം ഇങ്ങനെ സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നമ്പർ ഇന്ന സ്ഥലത്തുണ്ട്, ഇതാണ് നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴും എല്ലാവരും അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്പർ കാണുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ ആണ്, ടെക് ചാനലിലുള്ള വീഡിയോ ആണ്. ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയി. അപ്പോൾ ഇത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ലൈക്ക് ചെയ്യുന്നവരാണ് ഇവിടെ ലൈക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഒരു എറോ മാർക്ക് ഇങ്ങനെ കാണാം, അല്ലെങ്കിൽ മോർ എന്ന് കാണാം. അപ്പോൾ ഈ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴോട്ട് നോക്കിയാൽ ഇവിടെ ഞാൻ വിശദമായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ 8943 ആ നമ്പർ. അത് പഴയ നമ്പറാണ്. പിന്നെ ഫോർ ഓഡിയോ സിസ്റ്റം അസംബ്ലി ഓൺലി 8075 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, 8075758247. പലരും മെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിലായിട്ട് ഇതാ താഴത്ത് അതിൻ്റെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്, ആഷ്ലിൻ മീഡിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട്. അപ്പോൾ ആ ഫേസ്ബുക്ക് പേജ് നമ്മളിപ്പോൾ കാണുകയാണെങ്കിൽ ഇപ്പോൾ ആ താഴത്ത് ആ ഐക്കണിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേജ് ഓപ്പൺ ആവും. പേജിൽ ഇത്തിരി ജസ്റ്റും താഴോട്ടാക്കിയാൽ നിങ്ങൾക്ക് നമ്പർ കിട്ടും. അപ്പോൾ അത് അറിയാത്തത് കൊണ്ടായിരിക്കും അധികം ആളും ചോദിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു വഴിയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോയുടെ അടിയിൽ തന്നെ ആ നമ്പർ അവിടെ ആഡ് ചെയ്ത് വെക്കുക. അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്. അത് പിന്നെ എളുപ്പമായിരിക്കുമല്ലോ. അതൊരു വൃത്തികേടാവാതിരിക്കാൻ വല്ലപ്പോഴും ഒന്ന് ബ്ലിങ്ക് ചെയ്യുന്ന രൂപത്തിലാക്കാം. അതായത് ഒരു 10 സെക്കൻഡ് ഓണായി നിൽക്കും, പിന്നെ ഓഫാവും, പിന്നെ അടുത്ത മിനിറ്റിൽ ഓണാവും. അങ്ങനെ ചെയ്യാം. എന്നാൽ പിന്നെ ആർക്കും നമ്പറിൻ്റെ ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഏതൊരു യൂട്യൂബ് ആയാലും ഏതൊരു വീഡിയോ ആയാലും, അതിപ്പോൾ യൂട്യൂബിൽ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ അബൌട്ട് സെക്ഷൻ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ബയോയിൽ പോയി നോക്കണം, ഫേസ്ബുക്ക് ആണെങ്കിൽ അതിൻ്റെ പേജ് അബൌട്ടിൽ പോയി നോക്കുക, അതേപോലെ തന്നെ യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക. അത് ആരും പറയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അറിയാത്തെങ്കിൽ ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇനി നമ്പർ തിരഞ്ഞ് നടക്കാതിരിക്കുക. നമ്പർ ആവശ്യമുള്ളവർ അങ്ങനെ പോയി നോക്കുക. വാട്സപ്പ് നമ്പർ ഞാൻ ആഡ് ചെയ്തിടാം, വാട്സപ്പ് ചെയ്യാം. ഇപ്പോൾ ഈ ഫോൺ ഇതിൽ ഫ്ലൈറ്റ് മോഡാണ് കാണുന്നുണ്ടോ, അത് ഫ്ലൈറ്റ് മോഡാണ്. ആ ഫ്ലൈറ്റ് മോഡിലാണ് വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് മറ്റേ സാധാരണ കോൾ വരുന്ന ഫോൺ, ഇത് ഓഫാണ്. ഈ ഫോൺ ഓഫാക്കി വെച്ചിട്ടാണ് എല്ലാ വർക്കുകളും ചെയ്യുന്നത്. ഇത് രണ്ടും ഓണാക്കി വെച്ചാൽ ഞാനത് ഓണാക്കി വെച്ചിട്ട് അത് സ്പീക്കർ ഫോണിൽ ഇട്ടിട്ടാണ് പണി ചെയ്യുന്നത്. ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇവിടെ ഓണാക്കി വെക്കും, സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് പലപ്പോഴും വിളിച്ചാൽ കിട്ടാത്തത്. അതുകൊണ്ട് വാട്സപ്പ് ചെയ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ വാട്സപ്പ് ചെയ്യാം.